യൂറോ കപ്പിൽ നിന്ന് നിരാശയോടെയാണ് സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ മടക്കം. ഗോളില്ലാതെ സെമിഫൈനൽ കാണാതെയാണ് CR7 മടങ്ങിയത്. തന്റെ അവസാനത്തെ യൂറോ കപ്പാണിതെന്ന് റൊണാൾഡോ പ്രഖ്യാപിച്ചിരുന്നു. യൂറോ കപ്പ് കളത്തിൽ ഇനി അയാളില്ല. ഒറ്റൊരു കിക്ക് പാഴാക്കിയതിന്റെ വേദന മറക്കും മുന്നേ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ഫ്രാൻസിനോട് പോരാടിയെങ്കിലും പരാജയം രുചിച്ചാണ് CR7 കൂട്ടരും മടങ്ങിയത്. 2016 യൂറോ കപ്പും 2018-19 വർഷത്തെ യുവേഫ നാഷൻസ് ലീഗും ചരിത്രത്തിൽ പോർച്ചുഗൽ ഇതുവരെ നേടിയ 2 കിരീടങ്ങൾ. അതിൽ രണ്ടിലും സ്വർണ്ണ ലിപികളിൽ കോറിയിട്ട ഒരേയൊരു പേര് CR7. യുസോബിയോയ്ക്കും ഫിഗോയ്ക്കുമൊന്നും കഴിയാത്തത് പോർച്ചുഗൽ പട നയിച്ച് റൊണാൾഡോ നേടി. 2004 യൂറോ കപ്പിൽ പന്ത് തട്ടിത്തുടങ്ങിയ CR7 റെക്കോർഡുകളുടെ തോഴനായി. യൂറോയിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ മിഷേൽ പ്ലാറ്റിനിയുടെ റെക്കോർഡിനൊപ്പം 2020 5 ഗോളുകൾ കൂടി നേടി. ഏറ്റവും കൂടുതൽ യൂറോ കപ്പ് കളിച്ച താരം, യൂറോ കപ്പിൽ കൂടുതൽ മത്സരം കളിച്ച താരം, ഏറ്റവും കൂടുതൽ യൂറോ കപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ അടിച്ച താരം എന്നിങ്ങനെ നിരവധി റെക്കോർഡുകൾ. പ്രീ ക്വാർട്ടറിൽ സ്ലൊവാനിയക്കെതിരെ പെനാൽറ്റി നഷ്ടപ്പെടുത്തിയ റൊണാൾഡോ പൊട്ടിക്കരയുന്ന കാഴ്ച അയാളുടെ ആരാധകരെയും കണ്ണീരിലാഴ്ത്തി. ഫ്രാൻസിനെതിരെ ജാവോ ഫെലിക്സിനെ പിഴച്ചപ്പോൾ അവിടെ പോർച്ചുഗലിന്റെ യൂറോ യാത്രയ്ക്ക് കൂടി അവസാനമായി. പെപ്പയെ ചേർത്ത് പിടിച്ച് അയാൾ പിന്നെയും കരഞ്ഞു. ഇനിയൊരു യൂറോ കപ്പിൽ പോർച്ചുഗലിന്റെ കപ്പിത്താനായി CR7 ഇല്ലെന്നത് ആരാധകരെയും കരയിപ്പിക്കുന്നു. പക്ഷേ അടുത്ത ലോകകപ്പ് കൂടി കളിക്കാൻ CR7 ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ ആവേശവുമാക്കുന്നു. വിനിത വേണു, സ്പോർട്സ് ഡെസ്ക് റിപ്പോർട്ടർ.